മൂട്ടുകൂടെ പുകയും വിട്ട് നടക്കുന്ന ഈ ഒരു ചങ്ങായി ഇവിടെ എത്തുന്നതിന് മുമ്പ് ഒരുപാട് ഇതുപോലെ കറങ്ങി ചെറ്റി ചൂടും കൊണ്ട് വിയർപ്പൊക്കെ ഒഴുക്കിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഷവായ ചിക്കൻ അല്ലെങ്കിൽ തവാഫ് കോഴി അല്ലെങ്കിൽ കറങ്ങുന്ന ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് മാത്രമല്ല ഇതിന് വേണ്ടിയുള്ള ഗ്രില്ല് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. സോ എല്ലാവർക്കും MTN Proന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സസ്നേഹം സ്വാഗതം. നമ്മൾ ഷവായിൻ്റെ ഈ ഒരു ഗ്രില്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു സ്ക്വയർ പൈപ്പാണ്, 1 ഇഞ്ചിൻ്റെ പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സോ ഇതുപോലത്തെ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഓൾറെഡി വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതേപോലത്തെ 2 പാർട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ഫ്രെയിം എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഫ്രെയിമിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തായിട്ട് ഇതുപോലത്തെ ചെറിയൊരു പട്ട വെച്ചിട്ടുണ്ട്, അതിനൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അത് എന്തിനാണുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞു തരാം. ആൻഡ് ഇതേപോലെ സെയിം രീതിയിലാണ് രണ്ടാമത്തെ ഫ്രെയിം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 2 ഫ്രെയിമുകൾ തമ്മിൽ നമ്മളൊന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതുപോലെ നമ്മുടെ 2 ഫ്രെയിം യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഓൾമോസ്റ്റ് ഷേപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ. സോ നമുക്ക് മാനുവലായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് തന്നെ മതി. അതായത് നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷേപ്പ് തന്നെ മതി. ഇതുപോലത്തെ ഒരു കമ്പി യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് മാനുവലായിട്ട് ചെയ്യാം. പക്ഷേ നമ്മളിവിടെ മാനുവലായിട്ടല്ല ചെയ്യുന്നത്, നമ്മളിവിടെ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ടാണ് ചെയ്യുന്നത്. അതല്ല അതിൻ്റെ ഒരു ത്രില്ല് അല്ലേ. സോ എങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാമെന്നുള്ളത് നമുക്ക് ഇനി കാണാം. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളുടെ ആവശ്യമുണ്ട്. വേറെ ഒന്നുമല്ല, 2 ഗിയറിൻ്റെ ആവശ്യമുണ്ട്. ഒപ്പം തന്നെ നമുക്കൊരു മോട്ടറിൻ്റെ ആവശ്യമുണ്ട്. അവിടെ മോട്ടർ സെലക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ വണ്ടിയിലൊക്കെ കാണുന്ന വൈപ്പറിൻ്റെ മോട്ടറാണ്. വൈപ്പറിൻ്റെ മോട്ടർ എടുക്കാൻ കാരണം ഇത് നല്ല ടോർക്കായിരിക്കും. നമ്മുടെ ഷവായ ചിക്കനൊക്കെ പ്രോപ്പറായിട്ട് കറങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ടോർക്കിലൊരു മോട്ടർ തന്നെ വേണം. അതുകൊണ്ടാണ് നമ്മൾ വൈപ്പറിൻ്റെ മോട്ടർ യൂസ് ചെയ്യുന്നത്. ഇവിടെ എടുത്തിട്ടുള്ള ഗിയർ എന്ന് പറയുന്നത് നമ്മുടെ ബൈക്കിലൊക്കെ ഉണ്ടാകുന്ന ടൈമിംഗ് ചെയിനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗിയറാണ്. അപ്പോൾ ഈ ഗിയർ നിങ്ങൾക്ക് കണ്ടറിയാം, ഇതിൻ്റെ പ്രോപ്പറായിട്ടൊരു സെൻറ്റർ ഇല്ല. ഈ ഒരു സെൻറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ചെറിയൊരു പട്ട വെച്ചുകൊണ്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ സെൻറ്ററായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഗിയറിൽ ഒരു പട്ട യൂസ് ചെയ്താണ് ചെയ്യുന്നത്. മറ്റേ ഗിയർ നമ്മൾ ഡയറക്റ്റായിട്ട് മോട്ടറിലോട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ വൈപ്പർ മോട്ടറിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കണക്ഷൻ കാണാൻ പറ്റും. ഈ ഒരു കണക്ടറാണ് ഈ ഒരു ഗിയറിലോട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പട്ട വെച്ച് വെൽഡ് ചെയ്ത ഈ ഗിയർ ഉണ്ടല്ലോ, ഈ ഗിയറിന് നടുവിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിലൂടെയാണ് നമ്മുടെ ചിക്കനൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷാഫ്റ്റ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ മോട്ടർ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതിനൊരു സപ്പോർട്ടിംഗ് ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. ഈ സപ്പോർട്ടിംഗ് ഫ്രെയിം നമ്മുടെ മെയിൻ ഫ്രെയിമിലോട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി പോകണം. വെൽഡ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ മെയിൻ ഷാഫ്റ്റായിട്ട് വരുന്നുണ്ടല്ലോ, അതായത് നമ്മൾ ഷവായ ചിക്കൻ വെക്കുന്ന ഒരു ഷാഫ്റ്റായിട്ട് വരുന്ന ആ പാർട്ട് നമ്മുടെ മോട്ടറുമായിട്ട് വരുന്ന ഗിയറും പ്രോപ്പറായിട്ട് അലൈൻ ആയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. പ്രോപ്പറായിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് അത് റൊട്ടേഷനൊക്കെ നമുക്ക് കിട്ടുള്ളൂ. സോ നമ്മൾ വർക്ക് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. സോ ഇത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. സോ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ചാർക്കോൾ അല്ലെങ്കിൽ കരിയൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാകത്തിലുള്ളൊരു തട്ടാണ് അല്ലേ. സോ ഈ ഒരു തട്ടിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് നമ്മുടെ റബ്ബർ ഷീറ്റൊക്കെ പാൽ വിറ്റി കഴിഞ്ഞ് റബ്ബർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോൾഡ് ഉണ്ടല്ലോ, അലുമിനിയം മോൾഡ് ഉണ്ടല്ലോ, ഈ ഒരു മോൾഡാണ് ഞാനിവിടെ പ്ലേസ് ചെയ്യുന്നത്. പ്രോപ്പറാണ്. ഈ ഒരു സൈസ് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഈ 2 ഫ്രെയിമും തമ്മിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മോട്ടർ അതുപോലെ തന്നെ ഷാഫ്റ്റ് നല്ല പ്രോപ്പറായിട്ട് തന്നെ കറങ്ങുന്നുണ്ട്. ഒരു ബെൻഡിങ് കാര്യം ഒന്നും തന്നെ കാണാനില്ല. സോ ഓൾമോസ്റ്റ് നമ്മുടെ പരിപാടിക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ 2 മോഡുണ്ട്, ഒന്ന് സ്പീഡ് ഇല്ലാതും സ്പീഡ് ഇല്ലാത്ത മോഡും ഉണ്ട്. 2 യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മൾ ചിക്കനൊക്കെ നല്ല മസാല ഒക്കെ തേച്ച് നല്ല കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. സോ ഇത് നമുക്ക് നമ്മൾ ഈ കമ്പിയിലോട്ട് ഒന്ന് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. സോ ഇതിലെങ്ങനെയാണ് മസാല കാര്യങ്ങളൊക്കെ തേച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു കുക്കറി വീഡിയോ ഒന്നല്ല ഇത്. ഈ ഒരു സെറ്റപ്പ് എങ്ങനെ ഉണ്ടാക്കാമെന്നില്ല നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. നമ്മുടെ ചിക്കനൊക്കെ പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് കമ്പി യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് കെട്ടി വെച്ചിട്ടുള്ളത്. സോ ഇതിൽ ആകെ ഒരൊറ്റ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് പറയാനുള്ളൂ. ഈ ഒരു നടുവ് കൂടെ നമ്മൾ വെച്ചിരുന്ന ഈ ഷാഫ്റ്റ് ഒരു ചെറിയ കമ്പിയാണ്, നിങ്ങൾ കണ്ടറിയാം.
സോ ഇതിന് പകരം കുറച്ചുകൂടെ ഒരു കട്ടിയുള്ളൊരു പൈപ്പാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇതിൽ പറയാനുള്ളത്. ഞാൻ മോട്ടറും കാര്യങ്ങളൊക്കെ നല്ല ടോർക്ക് ഉണ്ട്, പ്രോപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. എത്ര വെയിറ്റ് ആണെങ്കിലും ഇത് റൺ ആവുന്നുണ്ട് കേട്ടോ. സോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങളുടെ സജഷൻസും അതുപോലെ തന്നെ ഒപ്പീനിയൻസും ഒക്കെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ